colors yellow, red, yellow, blue. Order കേട്ടോ. First red ആണ്, then yellow, last ആണ് blue. ഇവിടെ നമ്മൾ മറ്റൊരു hierarchy introduce ചെയ്യാണ്. 3 period lesson. 3 period lesson എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഇനി ഓരോ ആക്ടിവിറ്റിയിലും ഇത് 3 period lesson വെച്ചിട്ട് പഠിപ്പിക്കേണ്ട ആക്ടിവിറ്റിയാണ് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 period lesson എന്ന് പറയുമ്പോൾ ഫസ്റ്റ് this is എന്ന് കാണിച്ചു തരാം. Baby, this is red. Say red, red. Baby, this is yellow. Say yellow, yellow. Baby, this is blue. Say blue, blue. Ini first period ആണ് this is. This is. എന്തൊരു സാധനമാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നതെങ്കിലും this is. This is cube. This is circle. This is square. എന്ന് first the period. അതായത് first 3 period ആണ്. First period this is. Then second period. Can you show me which is yellow? Can you show me which is red? Can you show me which is blue? രണ്ടാമത്തേത് എന്താണ്? Can you show me? കാണിച്ചു തരണം. ഏതാണ് ഇതിൽ കാണിച്ചു തരണം. ഫസ്റ്റ് this is ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. Then പിന്നെ കാണിച്ചു തരാം. This is yellow. Can you show me which is yellow? കാണിച്ചു കൊടുക്കണം. മൂന്നാമത്തെ period. Can you tell me what is this color? Can you tell me? This is show me, tell me. മൂന്ന് രീതിയിൽ നമ്മൾ കുട്ടിയെ ഒരു കാര്യം തറവാക്കുക. ഇനി വരുന്ന ഓരോ ആക്ടിവിറ്റിയിലും പേപ്പർ ലാംഗ്വേജിൽ ഒട്ടുമിക്ക ആക്ടിവിറ്റിയും 3 period ആണ്. അതുപോലെ നമ്മുടെ സെൻസോറിയിൽ തന്നെ പ്രസന്റേഷൻ ട്രെയിൻ, സോളിഡ്സ്, ഇതൊക്കെ 3 period lesson വെച്ചിട്ട് പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ദിസ് ഈസ് ഷോ മീ ടെൽ മീ. അപ്പോൾ ഇവിടെ നമ്മൾ 3 കളറും കുട്ടിയെ പരിചയപ്പെടുത്തി. വാട്ട് ഇസ് ദിസ് കളർ? ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് ദിസ് കളർ? യെല്ലോ. അങ്ങനെ കുട്ടി പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇനി ആ കുട്ടിയുടെ വിഷ്വലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, കളർ തിരിച്ചറിയാൻ പ്രയാസമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് pairing activity. Can you pair this color? കുട്ടി കളർ എടുത്തു വരുന്ന സമയത്ത് ചില കുട്ടികൾ എന്ത് ചെയ്യും? യെല്ലോ എടുത്തു വയ്ക്കും. അപ്പം പെയറിങ് ആവുമോ? അപ്പൊ ഇവിടെ സെയിം കളർ തന്നെ പെയർ ചെയ്തു. ഇതാണ് കളർ ബോക്സ് 1. ഇനി കളർ ബോക്സ് 2. ഈ കളർ ബോക്സ് 1 എന്നുള്ളത് പ്രൈമറി കളേഴ്സും കളർ ബോക്സ് 2 എന്തായിരിക്കും? അപ്പോ സെക്കൻഡറി കളേഴ്സ്. ഈ സെക്കൻഡറി കളേഴ്സ് എങ്ങനെയാ വരുന്നത്? സെക്കൻഡറി കളേഴ്സിൽ നമ്മൾ പ്രൈമറി കളേഴ്സ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് ഈ കളർ ഓരോന്നും 3 period lesson വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഓരോ കളറിന്റെ പേരും 3 period lesson വെച്ചിട്ട് ഗ്രീൻ, യെല്ലോ, ബ്ലൂ, പർപ്പിൾ, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ എന്നുള്ളത് നമ്മൾ ഇതേപോലെ തന്നെ പഠിപ്പിച്ചില്ലേ? അതുപോലെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? സെക്കൻഡറി കളേഴ്സ് മെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പ്രൈമറി കളേഴ്സ് ചൂസ് ചെയ്യും.